അടിപൊളി കമ്മല് കിട്ടിയിട്ടുണ്ട്. എൻ്റെ എന്തൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആൾക്കൊരു നെയ് റോസ്റ്റൊക്കെ മേടിച്ചായിരുന്നു. ഇൻട്രോ പറഞ്ഞ ആയിക്കോട്ടെ തുടക്കം ഇൻട്രോ. ആള് നല്ല ഉറക്കാട്ടോ. നേരത്തെ വന്നപ്പോ കണ്ണൊക്കെ തുറന്നൊന്ന് ഇതാക്കിയിരുന്നു. ഒരേ ഉറക്കം. അത് നമ്മളെ കുഞ്ഞാപ്പി തട്ടോ നല്ല ഉറക്കാണ്. എല്ലാവരും പല പല ചായകളും പറയുന്നുണ്ട്. എന്റെ പോലെ പറയുന്നുണ്ട്, മമ്മന്റെ പോലെ പറയുന്നുണ്ട്, ജാസിയ മഞ്ഞില്ലാത്തൊരു പേരൊന്നുമില്ല. ആരെ പോലെ എന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അറിയാൻ നമുക്ക്. ശരിക്കും എന്റെ പോലെ തോന്നുന്നു ചെറുതായിട്ട് കേട്ടോ. ഇന്ന് കണ്ടപ്പോ കറക്റ്റ് എന്റെ പോലെ തോന്നുന്നു കണ്ടപ്പോ. അപ്പൊ കുറച്ചു നേരമായിട്ടുള്ളൂ വീട്ടിൽ നിന്ന് എത്തിയിട്ട്. ലഡു വാങ്ങാനൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ എല്ലാവർക്കും ലഡു ഒക്കെ കൊടുക്കണം. എന്നാലും മമ്മ രാത്രിയല്ലേ വന്നേ, പിന്നെ നമുക്ക് ലഡു കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇനി ലഡു ഒക്കെ പോയി വാങ്ങട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്നലെ വന്ന വിശേഷങ്ങളും മമ്മ കുഞ്ഞാപ്പിനെ കണ്ട വിശേഷങ്ങളൊക്കെ കാണട്ടോ. അപ്പൊ കണ്ടിട്ട് വരും. ബാക്കിൽ ചന്തിമക്ക് ഇങ്ങനെ ഒരു ബാലൻസ് കൊടുക്കാം അല്ലേ? ഇതിലിങ്ങനെ മുറിലൊക്കെ ഉണ്ട്. മമ്മ ഞങ്ങൾ വീഡിയോ കൂടെ നോക്കിയപ്പോ ഷെഫ്കുട്ടിന്റെ പഴയ ഒരു ഫോട്ടോ കണ്ട പോലത്തെ ഒരു ഷാദിയാൻ്റെ ആദ്യത്തെ നടത്താണല്ലേ? ഓപ്പറേഷൻ സിസേറിയനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ നടത്ത പ്രാക്ടീസിലാണ്. ആദ്യത്തെ ബ്രഷ് ചെയ്യല്, ആദ്യത്തെ നടത്തം കഴിഞ്ഞ ആദ്യത്തെ ബ്രഷ് ചെയ്യലാണ്. പറയാ പോലെ കുട്ടിനെ ശരിക്ക് കണ്ടിട്ടില്ല അല്ലേ? നമ്മളെ ഈ ഇതിലേക്ക് കുട്ടിനൊക്കെ കിടക്കാൻ കിട്ടി കുട്ടിനെ അതൊന്ന് കാണട്ടെ. ഞാൻ നിന്നിട്ടും കണ്ടിട്ടില്ല. മിറ്റൻസ് ഒക്കെ എടുത്ത് പാപ്പ ഒന്നാണ്. അല്ല പാപ്പ ഒന്നെയാണ്. ഇതായിരുന്നു വയറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിച്ചിരുന്നില്ലേ? ഇതാ ജനങ്ങളെ കിടക്കല് ഈ നേരത്തില്ലേ? അതിനെ കാത്തിരുന്ന് കുഞ്ഞാപ്പി വന്നു. ആദ്യത്തെ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നേക്ക. അപ്പൊ അതും കഴിഞ്ഞ് ചെറിയൊരു കുത്തലും ഇതൊക്കെ ഉണ്ടെന്ന്. കുഴപ്പമില്ല, കുഞ്ഞാപ്പി ഇതാ കിടക്കുന്നു. എപ്പോഴും പറയും പെൺകുട്ടിയാണെങ്കിൽ വേറെ ഒന്നും വേണ്ട. സന്തോഷായിച്ചാല് സന്തോഷത്തിന്റെ കണ്ണീരൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ കാണാം. അങ്ങനെ ഞാനും അതെ പ്രസവിച്ചിട്ട് ഒരു കുട്ടീനെ അങ്ങോട്ട് എടുത്തപ്പോൾ പെൺകുട്ടിയാണ് പോയി
വിശ്വസിക്കാൻ പറ്റിയില്ല. മാഷാ അല്ലാ പറഞ്ഞു. ഒക്കെ നല്ലൊരു ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടോ. സിസേറിയൻ ആണെങ്കിലും എൻ്റെ ശരീരത്തിന് അത് നന്നാവാൻ സിസേറിയന് ആയിരിക്കും വേണ്ടത്. കാരണം നോർമൽ ഡെലിവറിക്ക് പറ്റാത്തതാവുകൊണ്ട്. പക്ഷെ സിസേറിയൻ ആണെങ്കിലും ഇതൊക്കെ നല്ല ഭംഗിയായി, നല്ല കംഫർട്ടായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഒരു പല്ലെടുക്കണ അത്രയൊക്കെ തോന്നി. എല്ലാവരും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ BP കൂടുക, അത് കൂടുക അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് തന്നെ എന്റെ വരിക കാലൊക്കെ എന്റെ കാല കാലെന്റെ കാലിന്റെ പാദങ്ങളൊക്കെ എന്റെ കാലിന്റെ കാണില്ല. അതിന്റെ ഉള്ളിലല്ലേ ദേഷ്യത്തിൽ ഉറങ്ങുന്നല്ലോ. ചെറിയ കുട്ടിയാണല്ലേ. നല്ല തൂക്കാണ്. പ്രസവിച്ചാൽ തന്നെ 3.1 അടുത്തുണ്ടല്ലോ. 3.75. എന്താ പാട് ചായ കുടി കഴിഞ്ഞു. നല്ല നെയ് റോസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി നെയ് റോസ്റ്റ്. പോകുമ്പോൾ എൻ്റെ എന്തൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കൊരു നെയ് റോസ്റ്റൊക്കെ മേടിച്ചായിരുന്നു. നല്ല അടിപൊളി നെയ് റോസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പോകുമ്പോൾ നെയ് റോസ്റ്റൊക്കെ അടിച്ചിട്ടാണ് പോവാം. ഇതേ പറ്റൂലേ? വേറെ എന്താ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? പെൺകുട്ടിയാണ് പെൺകുട്ടി. ഇൻഫ്യൂഷനും കൊടുത്തോട്ടെ. സിസ്റ്റർ ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. അപ്പോൾ പിന്നെ നമുക്ക് നാളെ കഴിഞ്ഞാൽ നമ്മൾ സുഖമായി. ഇന്നും കൂടി ഒരു വേദന ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറയണം. 10 ദിവസം അയച്ചു കിടക്കണം. വേണ്ട ശരിയേ. ശരി, അങ്ങനെ 2 to 3 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ എന്തായാലും ഫീഡ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് 2 ബ്രസ്റ്റിനും പാലാവുന്നത് വരെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 6 മാസം വരെ കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രം. നമ്മൾ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാണ്ടിറ്റിയും കൂട്ടേണ്ടത് ത്രൂ അവർ ഡയറ്റ്. ഛർദ്ദിച്ചിട്ടൊന്നുമില്ല. എന്റെ അടുക്കല് സാധാരണ സ്നാക്സ് ഒക്കെ കഴിക്കുന്നു. പഴംപൊരി 5-8 കൊടുത്താല് മെല്ലെ നൈസാക്കി തരും. നമുക്ക് ആ ഒരു ടൈമില് ക്രേവിങ്സും കൂടുതലായിരിക്കും. പഴംപൊരി കഴിക്കണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇനി നമുക്ക് സ്റ്റിച്ചൊക്കെയുള്ളല്ലേ, അതൊക്കെ വേണ്ട, അതൊക്കെ കഴിച്ചോളാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു. കുട്ടി രാത്രി പോയപ്പോ വേറെ ചായ വന്നപ്പോ ഡിന്റെ ചായ, പപ്പന്റെ ഇന്ത്യൻ ചായ. ഇപ്പൊ ഇന്ത്യൻ പപ്പന്റെ ചായ ഇന്നലെ കണ്ടപ്പോ കറക്റ്റ് പമ്മയായിരുന്നു. ഞാൻ അസൂന്റെ പറഞ്ഞപ്പോ അസൂന്റെ ചെറിയ ചായ മോനെ ഐഡിയ ഒക്കെ കളിച്ചോക്കണു കേട്ടോ. ഈ ഡ്രസ്സിനനുസരിച്ച് ഞാനും ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞ എന്ന് ഒന്ന് എന്താ 6 മണിയാകുമ്പോൾ വായിക്കേ. പിന്നെ നാളെ ഒരു പൊക്കൽ കൊടിയും തലയിൽ കൈമുക്കി ഇങ്ങനെ വെച്ചിട്ടാ ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലല്ലോ അല്ലെ, പാലൊക്കെ കുടിച്ച് പെൺകുട്ടിയായപ്പോ എല്ലാരും സിസേറിയനാണെന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ആകെ മറ്റേ കുട്ടിയാണോ പെണ്ണോന്നില്ല അതൊക്കെ മാറിപ്പോയിരുന്നു, ആ ചിന്തയൊക്കെ മാറിയിരുന്നു. പക്ഷെ പിന്നെ പെട്ടെന്ന് പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോ എല്ലാരും ആകെ ഷോക്കായി പോയി. അല്ല, അതിലിങ്ങനെ എല്ലാരും പെൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ 6-7 ആൺകുട്ടികൾ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും 2ാമത്തെ പെൺകുട്ടിയോ അതും പെൺകുട്ടിയായില്ല. അപ്പൊ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കാം. ശരി.
ശരി ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് തള്ളക്കും മോളക്കും തന്നെ തീറ്റങ്ങി പണിയില്ല. കൺട്രോൾ പോയി കള്ളൻ കള്ളൻ അച്ചാർ കട്ടുന്നു പോകുന്നു ആ കാര്യം പുറപ്പെട്ടു അത് കഴിഞ്ഞു. പിന്നെ ബ്ലഡ് തല കുറച്ച് അനുഭവിക്കണ്ടേ അത് നോക്കണോ സൈഡ് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് കണ്ടു കാണില്ല. ഇപ്പൊ മങ്ങിട്ടല്ലേ കണ്ട് അത് ഇന്നലെ കൊച്ചുണ്ണിനെ വീർത്തിട്ടില്ല. ഇന്ന് മുഖം നല്ല വാർന്നില്ല. മൂക്ക് വാർന്നിട്ടാണ്. എന്തായാലും ഉമ്മ പറഞ്ഞ പോലെ നല്ല ആരോഗ്യം ഒക്കെ ഉള്ള കുട്ടിയാണ്. ഇനിയിപ്പോ എങ്ങനെയായാലും വേണ്ടിയില്ല. അതൊന്ന് പ്രത്യേകത അങ്ങനെ വന്നത് ഇങ്ങനെ വന്നതൊക്കെ ഇത് ചുറ്റും ചെയ്തിരുന്നത്. അപ്പൊ ഇതാണ് പൊസിഷൻ. അമ്മായി എല്ലാരും വന്നു പോയി. പിന്നെ എന്റെ കൂട്ടുകാരി വന്നിരുന്നു കേട്ടോ. പറഞ്ഞില്ല എന്റെ വളകാപ്പിന്റെ വളയൊക്കെ കൊണ്ടുവന്ന ഷെമു ഇപ്പൊ വന്നു പോയിട്ട് പോൾ കൊണ്ട ഗിഫ്റ്റാണ് നോക്കി. ബേബിന്റെ ആദ്യത്തെ ഗിഫ്റ്റ് ആണ് അല്ലേ? മലബാറിന്റെ മൈൻഡ് കണ്ടപ്പോ തന്നെ ഞങ്ങക്ക് തുറക്കാൻ ആകാംക്ഷയായി കേട്ടോ. കാത് കുത്താൻ വേണ്ടിട്ടാണ് കേട്ടോ. കാത് കുത്താനുള്ള ഡയമണ്ടിന്റെ കമ്മലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്യൂട്ട് കമ്മല്. കാത് കുത്തിയാലേ ഇനി പെൺകുട്ടിയാണെന്ന് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കാത് കുത്താനുള്ള കമ്മല് റെഡി. ഡയമണ്ടിന്റെ അടിപൊളി കമ്മല് കിട്ടിയിട്ടുണ്ട്. കാത് കുത്തണം. അപ്പൊ അതെ, അപ്പൊ കാത് കുത്തണം എന്ന് ഉറപ്പായി. ഇത് കൺഫ്യൂഷൻ ആയിരുന്നു. കുത്തണോ വേണ്ടേ? അപ്പൊ കുത്തണം. കാത് കുത്തണോ കുത്തണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. ഇപ്പൊ സെമി ഇപ്പൊ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. അതെ, കാത് കുത്ത് റെഡി ആയിക്കോളൂ കേട്ടോ. അതിന് രക്ഷപ്പെട്ടു വിചാരിക്കണ്ട. സാധനം സെറ്റ് ആയിട്ട് അമ്മച്ചിന്റെ ചെറിയ പേരക്കുട്ടിയും അമ്മച്ചിന്റെ വലിയ മൂത്ത പേരക്കുട്ടിയില്ലേ പെൺകുട്ടികളാണ്. കുട്ടികളെടുക്കാൻ നമ്മുടെ മുട്ടായി കണ്ടപ്പോ തിരക്കിട്ട് ഐഷുമ്മ കുട്ടിനെ കണ്ട ടച്ചിങ്. നോ ബോഡി ടച്ചിങ്. ഓൾക്ക് പോള് ഡോളാ. ഒന്ന് പിച്ച് പൊളിച്ച് നോക്കണം. കൊണ്ട് കൊണ്ട് ഡോളിനോടെ കൊണ്ട അടി. ഓൾക്ക് മൂച്ചിപ്പിരാന്താന്ന്. അതെ, ചെറുപ്പനെ കണ്ടിട്ടില്ല. പേരക്കുട്ടിനെ കണ്ടേ എന്റെ കുട്ടിനെ കാണാൻ പോയിക്കന്നെ കുഞ്ഞാപ്പി വന്നിട്ട് സന്തോഷം. നമ്മൾ ഇപ്പോൾ ടൊയ്ലറ്റ് കൊടുക്കണം. അമ്മ വന്നിട്ട് ഇന്നലെ രാത്രിയായി കൊടുക്കാൻ പറ്റില്ല. പിന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ എല്ലാവർക്കും ലഡു കൊടുക്കണം. തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. താങ്ക് യു.
വേദിച്ചോ അല്ലെങ്കിൽ ഉമ്മ കലിപ്പാവും ഉമ്മ കാണുമ്പോൾ വരില്ല കലിപ്പാ തമറാണ്. ചേലൊക്കെ പറയാനായിക്കണോ? ആ അമ്മായി മൂക്കും തടിക്കും. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കണം നമുക്ക് ലഡു. അപ്പോൾ ഒക്കെ നമ്മൾ ഞാനൊരു ഫ്രണ്ടിനെയും കൂട്ടിനെ വിളിച്ചിരിക്കണം. അപ്പോൾ ഒക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലേക്കൊക്കെ അത് കൊണ്ടുപോയി കൊടുക്കണം. അതിനൊന്നൊരു പേടി പേടിക്കണം. ഞങ്ങൾ നേരത്തെ കാലത്ത് പോകുന്നോളി എന്നിട്ട് ഇവിടെ നിന്ന് പോയി ഇപ്പോൾ ചോറ് പറ്റില്ല. ഇപ്പൊ ശരി കഴിഞ്ഞല്ലേ ചെറിയ കഞ്ഞി പഞ്ഞ് ചായ നമ്മൾ കുട്ടിനെ വെക്കാൻ തോന്നുന്നില്ലേ? ഉമ്മമാര് പോവാൻ തോന്നില്ല. ഞാൻ ഞങ്ങൾ പോകാനായിട്ടില്ല. നാളെ വരുന്നുണ്ട്. അമ്മ പോകാൻ നാളെ രാവിലെ അല്ല ഉച്ചക്ക്. എന്റെ മുഖക്ക് ആകെ നീര് പോലെ തീർത്തിട്ടുണ്ടാവില്ലേ? കാണാണ്ടോ? ചെറുതായിട്ടൊക്കെ കാണണ്ടാവും. കുഴപ്പമൊന്നുമില്ല. സിസേറിയനാണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒന്ന് രണ്ട് ദിവസം ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ചെറിയ നീക്കാനൊക്കെ ഇപ്പൊ ശരിയായി, ഒക്കെ ശരിയായി. സെറ്റായി. അങ്ങനെ കുറെ ആൾക്കാർ കാണാൻ വന്നു പോയി അങ്ങനെയൊക്കെ ഇരിക്കണ്. കുഞ്ഞാപ്പിതാ കുഞ്ഞാക്ക് വേണി ഉറങ്ങിയിട്ടും പോയി. ഞാൻ ഇക്കാക്ക് വേണി ഉറങ്ങാൻ കാക്കാക്ക് ഉറക്കണമെന്ന് ഉറക്കം തന്നെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവല്ലോ ഇവിടുത്തെ വിശേഷം എന്തായി എന്നൊക്കെ. അപ്പൊ ഇന്നത്തെ എന്തൊക്കെയോ വിശേഷങ്ങള് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ. അതൊക്കെ ഇങ്ങനെ വരണ്ടേ. മൊത്തത്തിലെല്ലാവരും പുറക്കക്ഷികളാണല്ലോ. മൊത്തം എല്ലാവരും പുറക്കക്ഷികളാണ്. കണ്ണൂറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. ആയിക്കോട്ടെ. അപ്പൊ കുഞ്ഞാപ്പി ഒരു ലേക്കൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ലേക്കൊക്കെ ചെയ്തു കേട്ടോ. ലേക്കൊക്കെ ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.